ഇമാം സുബക്കി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ വലിയ ഒരു താരീഖിൻ്റെ ചരിത്ര ഗ്രന്ഥം ഉണ്ട്, തബഖാത്തു ശാഫിഈത്തിൽ കുബ്ര. 8 വാല്യങ്ങളുള്ള ആ ഗ്രന്ഥത്തിൽ അങ്ങനെ 10-ാം നൂറ്റാണ്ട് വരെയുള്ള ഓരോ വ്യക്തികളെ അവർ എഴുതി വച്ചിരിക്കുന്നു. 10-ാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട നമ്മുടെ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. പിന്നെ ഇവിടുന്ന് പോയി ഡെമസ്കസിലേക്ക് പോയി. പിന്നെ അദ്ദേഹത്തിന് ശേഷം നമ്മുടെ വലിയ ലോകത്തിൻ്റെ കിതാബായ അൽ ഖാമൂസുൽ ജദീദ്, ഖാമൂസിൻ്റെ വ്യാഖ്യാനം എഴുതി 10 വാല്യത്തിൽ. അദ്ദേഹം ആണ് 11-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദായി ശേഷമുള്ളവർ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ശേഷം പറയും പലരും അഭിപ്രായപ്പെട്ടെങ്കിലും ഇന്ന് നമ്മുടെ മുജദ്ദിദായി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവർകളാണ് ഇന്ന് ലോകത്തിനു മുമ്പിൽ നമുക്ക് പറയാനുള്ളൊരു മുജദ്ദിദ്. മുജദ്ദിദ് എന്ന് പറയുമ്പോൾ അത് മുജ്തഹിദും മുജദ്ദിദും ഒന്നല്ല. അപ്പം മുജ്തഹിദ് ഉണ്ടാകേണ്ട സംഗതിയൊക്കെ പറഞ്ഞ് അതെങ്ങനെ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു എന്ന് ഇസ്കാൽ പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഏതായിരുന്നാലും അതെൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് നാം ഉസ്താദിൻ്റെ പിന്നിൽ അണിനിരന്നവരാണ്.